കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിചാരിച്ചാൽ 3 ഫോൺ കോൾ മാത്രമേ ഇപ്പോൾ ആവശ്യമുള്ളൂ. ഒന്ന് പിണറായി വിജയനും വിളിക്കുക, ഒന്ന് UDFിൻ്റെ ഘടകകക്ഷികളെയും വിളിച്ചാൽ 73 സീറ്റ് നിങ്ങൾക്കുണ്ടോ? ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കോൺഗ്രസ് എങ്ങനെ ഇല്ലാതായത് എന്ന് കേരളക്കാർക്ക് വലിയൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് ഇത് തകർക്കലെന്ന്. ഇപ്പോൾ കർണാടകയിൽ DK ശിവകുമാറായിരുന്നു വരേണ്ടിയിരുന്നത്, അതിന് പകരം വരുത്തിയ സിദ്ധരാമയ്യ. അതോടുകൂടി അവിടുത്തെ ജനങ്ങളൊക്കെ പാടെ ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ അവിടെ സീറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. അതുപോലെ തന്നെയാണ് ഈ കേരളത്തിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചങ്ങാതി വന്നു കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ വെറുക്കും. പക്ഷേ എനിക്ക് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് അപ്പോൾ പറയാനുള്ളത്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിചാരിച്ചാൽ 3 ഫോൺ കോൾ മാത്രമേ ഇപ്പോൾ ആവശ്യമുള്ളൂ. ഒന്ന് പിണറായി വിജയനും വിളിക്കുക, ഒന്ന് UDFിൻ്റെ ഘടകകക്ഷികളെയും വിളിച്ചാൽ 73 സീറ്റ് നിങ്ങൾക്കുണ്ട്. ഓലാടുന്ന് ഉള്ള കളവന്മാരെ മുഴുവൻ അങ്ങോട്ട് വിളിച്ചു വരുത്തിന്. ഓലാടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തിന് ഇവിടെ പുതിയൊരു സഭ നമുക്ക് ഉണ്ടാക്കാം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിചാരിച്ചാൽ 73 ആളെ പിന്തുണ നിമിഷ നേരം കൊണ്ട് കിട്ടും. ഒന്ന് പിണറായി വിജയനും വിളിക്കുക, ഘടകകക്ഷികൾ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. എന്നാലേ ഒരു മുന്നണി നിങ്ങളായിട്ട് ഉണ്ടാക്കിയാൽ ഓലാണെന്ന് തല്ലുകൂടി ഇങ്ങോട്ട് വരുമ്പോഴത്തിന് ഇവിടെ നിയമസഭയിൽ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ഉണ്ടാക്കിയാൽ മതി. തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾക്കറിയോ 15-ാം തീയതി SSLC പരീക്ഷ, അതേമാതിരി +2 പരീക്ഷ വരൊക്കെ വരിക. ഇത് പറയേണ്ടിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ജനം കൊടുക്കേണ്ടത്. ഇവർ തല്ലുകൂടി കൊണ്ട് കിടക്കുക. ഇനിയും ഇത് ഇങ്ങനെ നീട്ടിപ്പോയി. ഇപ്പോൾ വേണുഗോപാൽ ഇനി വന്നു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഒരാൾക്കും ഇഷ്ടമല്ലാത്തൊരു മുഖ്യമന്ത്രി. അയാൾ എന്തിനാ അങ്ങനെ ഗതിയിട്ട് ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്കറിയില്ല. ഇയാൾ ഇന്ത്യയിൽ മുഴുവൻ തകർത്തിഞ്ഞ് കേരളം എങ്ങനെയാണ് തകർക്കുക എന്നുള്ള BJPക്കാർ ചോദിച്ചപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്ന് പറഞ്ഞായിട്ടുള്ളൊരു വരവ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരു ഭരണം ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ VD സതീശനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മന്ത്രിസ്ഥാനത്തേക്ക് വരരുത്. നിങ്ങൾ ഇത്രയും കാലം മന്ത്രിയായിട്ടല്ലല്ലോ, ചുണ്ടിനും കപ്പിനും ഇടയിൽ പല സ്ഥാനങ്ങളും നിങ്ങൾ തെറിച്ചു വരും. ഇതും അതുപോലെ തന്നെ കരുതി നിങ്ങൾ ആ പറവൂര് മാത്രം നോക്കി നടന്നാൽ മതി കേട്ടോ. നിങ്ങളെ വില എത്ര ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്കും മനസ്സിലായി കാണുമല്ലോ. ആ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി അല്ലാത്തൊരു സ്ഥാനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളെല്ലാ വിലയും ഇവർ പൂക്കും. അതുകൊണ്ട് നിങ്ങൾ അതിലും ഉറച്ചു നിൽക്കുക.